ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. അവൻ പറയുവാണ് അവൻ്റെ ലൈഫ് മുഴുവനും പ്രോബ്ലംസ് ആണ്. അവൻ എന്ത് ചെയ്താലും ഒന്നും വിജയിക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുവാണ്. അവനെ കേൾക്കാനോ അവനോട് സംസാരിക്കാനോ ആരും അവൻ്റെ ചുറ്റുമില്ല. അവസാനം അവൻ പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്, എടാ ഈ ജീവിതം ഒരു തോൽവിയായി പോയെന്ന്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ വായിക്കാനിടയായി. ഇതിങ്ങനെയാണ്. ഒരു ചെറുപ്പക്കാരനായ കർഷകൻ, ആൾക്കൊരു കഴുതയുണ്ട്. അത്യാവശ്യം പ്രായമായ ഒരു കഴുതയാണ്. ഒരു ദിവസം ഈ കഴുതയുടെ വലിയ കരച്ചിൽ കേട്ടാണ് അദ്ദേഹം ഉറക്കം എഴുന്നേൽക്കുന്നത്. ഈ ശബ്ദം എവിടെ നിന്നാണെന്ന് അറിയാൻ അയാൾ പുറത്തേക്ക് ഓടുന്നു. ഈ അടുത്ത് മൂടാനായിട്ട് അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു പൊട്ടക്കിണറ്റിനുള്ളിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അദ്ദേഹം ആ പൊട്ടക്കിണറ്റിനടുത്തേക്ക് ഓടുന്നു. അവിടെ നോക്കുമ്പോൾ അതിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഈ കഴുത ഇങ്ങനെ വീണ് കിടക്കുവാണ്. ആൾക്ക് ഭയങ്കര ടെൻഷനായി. ഇനി എങ്ങനെ ഈ കഴുതേനെ പുറത്തെടുക്കും? ആ പുറത്തെടുക്കാനുള്ള ചെലവ് അദ്ദേഹം ഓർത്തു. അതിനെ ചികിത്സിക്കാനുള്ള ചെലവ് ഓർത്തു. ഇനി ചികിത്സിച്ചാൽ പോലും പ്രായമായ കഴുതയെ കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഓർക്കുവാണ്. അവസാനം അദ്ദേഹം ഒരു ക്രൂരമായ തീരുമാനം എടുക്കുവാണ്. അതിങ്ങനെയാണ്, ഈ പൊട്ടക്കിണർ എന്തായാലും മൂടാൻ പോവാണ്. ഈ കഴുതയോടുകൂടെ ഈ പൊട്ടക്കിണർ മൂടാം എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ ഇതിന് സഹായത്തിന് വിളിക്കുന്നു. ഇതിനുള്ളിൽ കിടക്കുന്ന കഴുത മനസ്സിലാക്കുവാണ് താൻ ഇത് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഇതിനടിയിൽ പെട്ട് മരിക്കാൻ പോവാണ്. പക്ഷെ ആ കഴുത തോൽക്കാൻ തയ്യാറാവുന്നില്ല. മുകളിൽ നിന്നും ഓരോ കുട്ട മണ്ണ് ഈ കഴുതയുടെ ദേഹത്തോട്ട് ഇടുമ്പോഴും ഒടിഞ്ഞ കാലുകൾ കൊണ്ട് കുതിരി എഴുന്നേറ്റ് ആ കഴുത മണ്ണൊക്കെ മാറ്റി മുകളിലോട്ട് വരികയാണ്. അവസാന കൊട്ട മണ്ണ് നിറയ്ക്കുമ്പോൾ ഈ കഴുത ആ പൊട്ടക്കിണറ്റിൽ നിന്നും രക്ഷപ്പെടുവാണ്. ചിലപ്പോഴൊക്കെ തോൽവി എന്ന ചില പൊട്ടക്കിണറുകളിലൊക്കെ നമ്മൾ വീഴാറുണ്ടല്ലേ. നമ്മൾ വിചാരിക്കും നമ്മൾ രക്ഷിക്കാൻ ആരെങ്കിലും വരും, നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിച്ചവര്, ഉറ്റ സുഹൃത്തുക്കൾ എന്നൊക്കെ വിചാരിച്ചവര് പോലും നമ്മൾ ഒറ്റയ്ക്കാക്കി ഓടിപ്പോയ സമയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്കായി പോകുമ്പോഴും ഇതെന്റെ വിധിയാണ് എന്നോർത്ത് ആ തോൽവിക്ക് കീഴടങ്ങാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉത്തരം കണ്ടെത്തുന്നത് നമ്മളാണ്. ഇന്നലെ രാത്രിയാണ് ഇന്ത്യ തങ്ങളുടെ 3ാമത്തെ T20 വേൾഡ് കപ്പ് നേടുന്നത്. ഒത്തിരി പേര് ഈ വിജയത്തിന് പിന്നിലുണ്ടെങ്കിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. നമ്മുടെയൊക്കെ അഭിമാന താരമായ മലയാളി താരമായ സഞ്ജു സാംസൺ. അദ്ദേഹത്തിന്റെ ഒരു പാസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിലധികം വേണ്ടി വന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വേൾഡ് കപ്പിലേക്ക് അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് ടീമിലേക്ക് കയറാൻ വേണ്ടി. അദ്ദേഹത്തെ ഒത്തിരി ട്രോളുകൾ നേരിട്ട ഒരാളാണ്. ഇറങ്ങി 2-3 ബോളിനുള്ളിൽ അദ്ദേഹം ഔട്ടാവാറുണ്ട്. ഫോം ഔട്ടായ കാലങ്ങളിലൊക്കെ മലയാളികളായ ആരാധകർ പോലും അദ്ദേഹത്തെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. സ്വന്തം ടീമിൽ നിന്നും സ്വന്തം കളിക്കാരിൽ നിന്ന് പോലും അദ്ദേഹം കളിയാക്കലുകളൊക്കെ നേരിട്ടിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹം ക്യാപ്റ്റനെയോ കോച്ചിനെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെയോ മറ്റാരെയും അദ്ദേഹം കുറ്റം പറയാതെ അദ്ദേഹം കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിക്കുകയാണ്. 2026 T20 വേൾഡ് കപ്പ്. മുന്നേ കളിച്ച ഒരുപാട് വലിയ ക്രിക്കറ്റ് താരങ്ങൾ ഉണ്ടാക്കി വെച്ച റെക്കോർഡുകളൊക്കെ ഭേദിച്ച് വെറും 3 കളികളിൽ ഈ സഞ്ജു സാംസൺ ഒരു വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. തന്നെ കൂവി വിളിച്ച അവരുടെ അതേ നാവ് കൊണ്ട് തന്നെ സഞ്ജു എന്ന ആവേശത്തോടെ ആർപ്പ് വിളിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യമില്ലേ, തോൽവി എന്ന പൊട്ടക്കിണറ്റിൽ കിടക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? സഞ്ജു നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ഈ തോൽവി എന്ന പൊട്ടക്കിണറ്റിൻ്റെ ഉള്ളിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ. താങ്ക് യു.